പയ്യന്നൂരിലെ LDF സ്ഥാനാർത്ഥി ടി.ഐ. മധുസൂദനന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പി.കെ. ശ്രീമതി ടീച്ചർ പ്രസംഗിക്കവേ പ്രവർത്തകരുടെ നിസ്സംഗഭാവം വ്യക്തമാക്കുന്ന വീഡിയോ വളരെ പെട്ടെന്നാണ് വൈറലായത്. അതുകൊണ്ട് മൂന്നാം വട്ടവും LDF വരും. ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഏറ്റവും സ്വാധീനമുള്ള കോൺഗ്രസിന്റെ മണ്ഡലങ്ങൾ ഒഴിച്ച് ഈ കേരളത്തിലെ നല്ലൊരു ശതമാനം 100-ലധികം സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ഈ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുക്കപ്പെടും. അതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഒരു ചരിത്ര വിജയം നേടിക്കൊണ്ട് ഈ പയ്യന്നൂരിൽ നമുക്ക് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥി സഖാവ് ടി.ഐ. മധുസൂദനെ വിജയിപ്പിക്കണം എന്നത് ആരും കയ്യടിക്കാത്തത്. അല്ല, അങ്ങനെ പോരല്ലോ. ഇപ്പൊ ഇത്രയും ആയിരക്കണക്കിന് ഇവിടെ ആളിരിക്കുന്നില്ലേ? ഈ ശബ്ദം ഉണ്ടാവുള്ളൂ. ആണോ? ഒരു ചരിത്ര വിജയം ഈ പയ്യന്നൂരിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? ഈ പയ്യന്നൂരിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ടി.ഐ. മധുസൂദനൻ എന്ന് പറയുന്ന ചെറിയ പ്രായം മുതൽക്ക് ഈ പ്രായം വരെ വിശ്രമമില്ലാതെ ഈ സമൂഹത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ച സഖാവ് ടി.ഐ. മധുസൂദനൻ വീണ്ടും വരുമ്പോ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയമല്ല, ഒരു ചരിത്ര വിജയം നമ്മൾ സമ്മാനിക്കണം. അതിന് ഈ കുടിയേക്കുന്ന ആളുകൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ പ്രവർത്തകരാണ്, ഇത് പ്രവർത്തകരാണ്. നമ്മുടെ അനുഭാവികൾ മാത്രമല്ല, പ്രവർത്തകരായിട്ടുള്ള ആളുകളാണ് ഇവിടെ മഹാഭൂരിപക്ഷം. നമുക്ക് ആ ചരിത്ര വിജയം നേടിയെടുക്കണം. പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാൻ പി.കെ. ശ്രീമതി ആവതു ശ്രമിച്ചിട്ടും സദസ്സിൽ ഒരാളനക്കവുമില്ല. മൂന്നാമതും നമ്മൾ വരും എന്ന് ശ്രീമതി പറഞ്ഞപ്പോൾ നമ്മൾ മാവിലായിക്കാരാണ് എന്ന ഭാവം. ഒടുവിൽ നിങ്ങൾ എന്താ കയ്യടിക്കാത്തത് എന്ന് ഗത്യന്തരമില്ലാതെ ശ്രീമതി ചോദിച്ചപ്പോൾ ആർക്കോ വേണ്ടിയൊരു കയ്യടി. ഇത് CPMന്റെ ബീജിംഗായ കണ്ണൂർ ജില്ലയിലെ കാര്യമാണ്. പാർട്ടിയുടെ ഉരുക്കുകോട്ട എന്നറിയപ്പെട്ടിരുന്ന കണ്ണൂർ ഇപ്പോൾ പഴയ കണ്ണൂരല്ല. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിരുന്നവർക്ക് കോൺഗ്രസിനും BJPക്കുമൊക്കെ വോട്ട് കുത്താൻ ഒരു മടിയുമില്ലെന്ന് ഓരോ തിരഞ്ഞെടുപ്പും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. CPMന്റെ ജില്ലയിലെ മുതിർന്ന നേതാവ് വി. കുഞ്ഞികൃഷ്ണൻ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പാരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് ശ്രദ്ധാകേന്ദ്രമായി മാറിയ മണ്ഡലമാണ് പയ്യന്നൂർ. അവിടെ കുഞ്ഞികൃഷ്ണൻ UDF പിന്തുണയിൽ മത്സരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ P.K. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിന്റെ പേരിൽ വിവാദം കത്തുന്ന മണ്ഡലമാണ് തളിപ്പറമ്പ്. MV ഗോവിന്ദൻ ഒഴിയുന്ന സീറ്റിൽ ഭാര്യ മത്സരിക്കുന്നതിൽ പാർട്ടി കമ്മിറ്റികളിൽ എതിർപ്പ് വന്നെങ്കിലും അത് അവഗണിച്ച് ശ്യാമളക്ക് തന്നെ CPM ടിക്കറ്റ് നൽകി. മുതിർന്ന പാർട്ടി നേതാവ് T.K. ഗോവിന്ദൻ രാജിവെച്ച് UDF പിന്തുണയിൽ മത്സരിക്കുന്നതിന് ഇതിടയാക്കി. CPMനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ് ഈ രണ്ട് മണ്ഡലങ്ങളെയും വിജയം. കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ മുൻപൊരിക്കലും കാണാത്ത സംഭവവികാസങ്ങളിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. CPMന്റെ മുതിർന്ന നേതാക്കൾ പാർട്ടി വിട്ട് ശത്രുപക്ഷത്തേക്കു മാറി ഇന്നലെ വരെ ഹൃദയത്തിലേറ്റിയ പാർട്ടിക്കെതിരെ മത്സരിക്കുന്നു. തളിപ്പറമ്പിലും പയ്യന്നൂരും അമ്പലപ്പുഴയിലും കാണുന്നതാണ്. G. സുധാകരനെപ്പോലെ അരനൂറ്റാണ്ടിനുമേൽ പാരമ്പര്യമുള്ള സഖാവ് പാർട്ടിയെ വെല്ലുവിളിച്ച് തിരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങുന്നത് അചിന്ത്യമായ ഒന്നായിരുന്നു. വി. കുഞ്ഞികൃഷ്ണൻ രക്തസാക്ഷി ഫണ്ട് അപഹരിക്കപ്പെട്ടു എന്ന ആരോപണത്തിൽ ലക്ഷ്യം വെച്ചയാളെ തന്നെയാണ് CPM പയ്യന്നൂരിൽ മത്സരിപ്പിക്കുന്നത്. രക്തസാക്ഷി ഫണ്ടിന്റെ കണക്കുകൾ പൊതുജനസമക്ഷം അവതരിപ്പിച്ച് ഈ ആരോപണമുനയിൽ നിന്ന് രക്ഷപ്പെടാൻ CPMന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. CPMൽ മാത്രമല്ല, CPIയിലും പ്രശ്നം സങ്കീർണമാണ്. CPM വിട്ടവർ UDF പക്ഷത്തേക്കാണ് പോയതെങ്കിൽ CPI വിട്ട 2 മുൻ MLAമാർ BJP സ്ഥാനാർത്ഥികളായാണ് മത്സരിക്കുന്നത്. CC മുകുന്ദൻ നാട്ടികയിലും K. അജിത് വൈക്കത്തും. CPMന്റെ മുൻ ദേവികുളം MLA S. രാജേന്ദ്രൻ അതേ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. CPMൽ നിന്നും CPIയിൽ നിന്നും ജില്ലാതല നേതാക്കൾ പല ജില്ലകളിലും പാർട്ടി വിട്ട് BJPയിലേക്ക് പോയി കഴിഞ്ഞു. കഴിഞ്ഞ 10 കൊല്ലം തുടർച്ചയായി പിണറായി ഭരിച്ചിട്ട് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് മികച്ച ഗവേഷണ വിഷയമാണ്. എന്തു വില കൊടുത്തും മൂന്നാം പിണറായി എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ് കുറച്ചുകാലമായി CPM ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് പാർട്ടിയുടെ ഏക തുരുത്താണ് കേരളം. ബംഗാളും ത്രിപുരയും നഷ്ടപ്പെടുകയും പാർലമെന്റിൽ 2 ഓട്ടോറിക്ഷയിൽ കയറാൻ മാത്രം അംഗങ്ങളിലേക്ക് പരിമിതപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ നിലനിൽപ്പിനു വേണ്ടിയുള്ള വെപ്രാളമാണ് തുടർഭരണമുറവിളിയിൽ പ്രകടമാകുന്നത്. 2 മഹാപ്രളയത്തിലും നിപ്പയിലും കോവിഡിലുമൊക്കെ തകർന്നു പോകുമായിരുന്ന കേരളത്തെ പിടിച്ചു നിർത്തിയതിന്റെ നന്ദി സൂചകമായാണ് കേരളം 2ാം പിണറായിക്ക് വഴി തുറന്നുകൊടുത്തത്. കേരളത്തിന്റെ ചരിത്രത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏറെ മുന്നോട്ടു പോയ കാലമാണ് 2ാം പിണറായി ഭരണം. അസാധ്യമെന്ന് കരുതിയ പലതും ഇക്കാലത്ത് സാധ്യമായി. ദേശീയപാത വികസനം നടപ്പിലാക്കിയത് കേന്ദ്രമാണെങ്കിലും സംസ്ഥാനത്തിന്റെ ഇച്ഛാശക്തി അതിനു പിന്നിലുണ്ടായിരുന്നു. കേരളം ഉപേക്ഷിച്ചെന്ന് കരുതിയ പൈപ്പ് ലൈൻ ഗ്യാസ് പദ്ധതിയായ ഗെയിൽ നടപ്പിലാക്കിയത് പിണറായി ഭരണത്തിലാണ്.
വിഴിഞ്ഞം 2ാം ഘട്ടത്തിനും വയനാട് തുരങ്കപാത നിർമ്മാണത്തിനും തുടക്കം കുറിച്ചതും ഇക്കാലത്താണ്. റോഡുകളുടെയും പാലങ്ങളുടെയും കാര്യത്തിൽ കേരളം ഏറെ മുന്നോട്ടുപോയി. ഏറ്റവും കുഴപ്പം പിടിച്ച വിദ്യാഭ്യാസ വകുപ്പ് 5 കൊല്ലം കാര്യമായ പരാതികളൊന്നും കൂടാതെ കടന്നുപോയി. ഇതേസമയം വ്യവസായം, കൃഷി, വനം വകുപ്പുകൾ വൻ പരാജയമായിരുന്നു. യുവാക്കൾക്ക് തൊഴിൽ സാധ്യത തുറക്കുന്ന വൻ വ്യവസായങ്ങളൊന്നും വന്നില്ല. വന്യമൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണം കാരണം വനാതിർത്തികളിൽ താമസിക്കുന്നവരുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു. അവരുടെ ജീവനും ജീവനമാർഗമായ കൃഷിയും വെല്ലുവിളി നേരിട്ടു. ആഭ്യന്തര ആരോഗ്യ വകുപ്പുകൾ ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങി. മുഖ്യമന്ത്രി നേരിട്ട് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് നാഥനില്ലാ കളരിയായി. നിയമവും നീതിപാലനവും ചോദ്യചിഹ്നമായ 5 വർഷങ്ങളാണ് കടന്നുപോയത്. മന്ത്രിതലത്തിൽ അഴിമതി ആരോപണങ്ങൾ കുറവായിരുന്നെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതിവിള പൊടിപൂരമായിരുന്നു ഇക്കഴിഞ്ഞ 10 വർഷങ്ങൾ. PR പരിപാടിക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ അമ്മാനമാടിയ കാലമായാണ് പിണറായി കാലം അറിയപ്പെടുക. ധൂർത്തിന്റെ കാര്യത്തിൽ മറ്റേത് സർക്കാരിനെയും പിന്നിലാക്കിയ കാലമാണ് കഴിഞ്ഞുപോയത്. ഒരു ഭാഗത്ത് സർക്കാർ നേട്ടങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ കുറച്ചൊന്നുമല്ല. 8 മാവോയിസ്റ്റുകളെ വെടിവെച്ചുകൊണ്ട മുഖ്യമന്ത്രി എന്ന ഖ്യാതി കേരള ചരിത്രത്തിൽ അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. പോലീസും ആഭ്യന്തര വകുപ്പുമാണ് ഏറ്റവും കൂടുതൽ ആക്ഷേപശരങ്ങൾ ഏറ്റുവാങ്ങിയത്. മോദി സർക്കാരുമായും BJPയുമായും രഹസ്യഡിയിലുണ്ടാക്കിയെന്നത് പിണറായിക്കെതിരായ രാഷ്ട്രീയ ആരോപണമാണ്. ലാവ്ലിൻ കേസും മകൾക്കെതിരായ മാസപ്പടി കേസും അനിശ്ചിതമായി നീളുന്നത് ഇക്കാരണത്താലാണെന്ന് പൊതുവിൽ കരുതപ്പെടുന്നു. 3ാം പിണറായി വേണോ എന്നതാണ് ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിലെത്തുന്ന മലയാളികളെ അഭിമുഖീകരിക്കുന്ന കാതലായ ചോദ്യം. പ്രായത്തിലും പാർട്ടി നിശ്ചയിച്ച കാലാവധി വ്യവസ്ഥയിലും ഇളവ് വാങ്ങിയാണ് പിണറായി വിജയൻ മത്സരിക്കുന്നത്. ഇളവ് നൽകിയതും പിണറായി കലയാണ്. സർക്കാർ വിരുദ്ധത സംസ്ഥാനത്ത് ഒരിടത്തുമില്ലെന്നാണ് ഗോവിന്ദൻ മാഷ് അവകാശപ്പെടുന്നത്. അത് അംഗീകരിച്ചു കൊടുത്താൽ തന്നെ പ്രകടമായ പിണറായി വിരുദ്ധത കേരളത്തിൽ ദൃശ്യമാണ്. അത് CPM അനുഭാവികളിലും പ്രകടമാണ്. സർക്കാരിൽ മാറ്റം വരണമെന്ന് CPM സഹയാത്രികൾ പരസ്യമായി പറയുന്നുണ്ട്. ഇടതുപക്ഷത്തിന് മൂല്യച്യുതി വരാതിരിക്കണമെങ്കിൽ മാറ്റം വേണമെന്നാണ് അവരുടെ വാദം. മാറ്റമില്ലാത്തതായി ഒന്നേയുള്ളൂ, അത് മാറ്റം മാത്രമാണെന്ന് പറയുന്നവരാണ് മാർക്സിസ്റ്റുകാർ. അപ്പോൾ പിന്നെ മാറ്റം വേണ്ടെന്ന് അവർക്ക് എങ്ങനെയാണ് പറയുക?